വരാനുണ്ട് മുസ്ലിം പെണ്ണേ. ആ സമയം നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവൂല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന മുതലക്കണ്ണീര് പൊഴിക്കുന്ന ഇവിടത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ, അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. നിങ്ങളെ വീണ്ടും വീണ്ടും ചങ്ങലയിലേക്ക് ബന്ധിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. മുസ്ലിം പെണ്ണ് ഒതുങ്ങണം, ഒതുങ്ങിയേ പറ്റൂ, നിർബന്ധമല്ല. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ, അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാൻ നിങ്ങൾ എരുമയോ പശുവോ അല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നാളെ ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെയെ തൊട്ട് നിങ്ങൾ കാക്കണമെന്നാണ്. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എന്ന് കരുതിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുരുപൊട്ടുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ കുരു പൊട്ടി ഒലിക്കാന്നതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മെയ്യനങ്ങി മേലനങ്ങി പണിയെടുത്ത് മക്കൾക്ക് വല്ലതും കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാരുടെ ക്ലിപ്പിന്റെ ഏതെങ്കിലും ശകലം വെട്ടിയെടുത്ത് അതിങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് നാണക്കേട്ട് ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാം മത പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങളെ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പ്രബോധകന്മാരുടെ പ്രബോധനം വെടിവെച്ചു കൊല്ലുന്നതുവരെ, അല്ലെങ്കിൽ ബോംബ് വെച്ച് കൊല്ലുന്നതുവരെ, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു കൊല്ലുന്നതുവരെ, അവരെ ചുട്ടരിക്കുന്നതുവരെ, മരിച്ചു കിടന്നാലും അല്പമെങ്കിലും ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ധർമ്മമാണത്, അവിടെ ധർമ്മമാണ്.